ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്നൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. നമ്മൾ ഊട്ടിക്കാണ് ട്രിപ്പ് പോകുന്നത്. പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കാറൊന്നും എടുക്കുന്നില്ല, നമ്മൾ സ്കൂട്ടിക്ക് പോയിട്ട് വരാമെന്ന് തീരുമാനിച്ചു. അപ്പം നമ്മളങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി, നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇരുട്ടി എത്തി ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ ഒരു ഫ്രണ്ടും ഫാമിലിയും കൂടി ഉണ്ട്. പോകുന്ന വഴിക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയാണ് പോയത്. അങ്ങനെ വയനാടൊക്കെ എത്തി. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ. അടിപൊളി സീനറിയും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഫോറസ്റ്റിൻ്റെ സൈഡിലൂടെയൊക്കെ പോയപ്പം നല്ല നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം ഒന്നും എടുത്തില്ല, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യങ്ങളൊക്കെ എടുക്കുകയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയാണ് പോയത്. കാരണം തേയിലത്തോട്ടത്തിലൊക്കെ നിർത്തിയായിരുന്നു. കാരണം ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ വരത്തില്ലേ. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ഫുഡ് കഴിച്ചു. പിന്നെ അങ്ങനെ നമ്മൾ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നല്ല തണുപ്പായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഗൂഡല്ലൂരെത്തി. അപ്പോൾ ഇത് അവിടുത്തെ താഴത്തെ വ്യൂ ആണ് കേട്ടോ. പിന്നെ നമ്മളങ്ങനെ രാത്രി നമ്മുടെ റൂമിലൊക്കെ എത്തി, ഫുഡൊക്കെ കഴിച്ചു. പിന്നെ രാവിലെ ഇരുന്ന് ഞാൻ തമിഴ് മൂവി ഇരുന്ന് കാണുന്നത് കേട്ടോ. അവിടുത്തെ ചാനലിലൊക്കെ തമിഴ് സിനിമയാണ്. പിന്നെ നമ്മളെന്താണ് രാവിലെ റെഡിയായി. പിന്നെ ഹോട്ടലിൽ നിന്ന് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു നമ്മൾ നിന്ന ഹോട്ടലിൽ നിന്ന്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്തത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആയിരുന്നു. അതിൻ്റെ അകത്തൊക്കെ കയറി. പിന്നെ അവിടുത്തെ മാർക്കറ്റിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ പോയത് ബോട്ട് ഹൗസിലാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയായിരുന്നു കേട്ടോ. മഴ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് അതായത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സർവീസ് കൂടി കഴിഞ്ഞിട്ടുണ്ട്, പിന്നീട് മഴ കഴിഞ്ഞിട്ടേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ചാറ്റൽ മഴയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കയറാനൊന്നും പറ്റിയില്ല. കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ മഴ ഇങ്ങനെ തീരാത്തതുകൊണ്ട്, മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നെക്സ്റ്റ് പ്രവേശനം ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മളവിടെ കുറേ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മളൊരു 7D മൂവീസിന് കയറി കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 3D മൂവീസൊക്കെ കണ്ടെങ്കിൽ 7D ഫസ്റ്റ് ടൈം ആയിരുന്നു. അപ്പം നല്ല രസമുണ്ടായിരുന്നു നമ്മൾ ഗ്ലാസ്സൊക്കെ ഇട്ട് മൂവി കാണാൻ വേണ്ടി. പിന്നെ കുറേ പ്ലേ സ്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഉള്ളത്. നമ്മൾ ജസ്റ്റ് അവിടേക്കൊന്ന് കയറി കണ്ടു. പിന്നെ നമ്മളൊരു ജ്യൂസും മൊയ്റ്റൊക്കെ കുടിച്ചു. അടിപൊളിയായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മളിനി അടുത്ത് പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ മിനി ട്രെയിനാണ്. അപ്പോൾ നമ്മളവിടെ ചെന്ന സമയത്ത് അത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് പോയി വരുമ്പോഴത്തേക്ക് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തു. നല്ല അടിപൊളിയാണ് കേട്ടോ ഇതിൽ കയറി പോകാനൊക്കെ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ഇത് പോയി വന്ന് തിരിച്ച് വന്നിട്ട് വേണം നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു ബോഗിക്കകത്തൊരു 5-6 പേര് വരും, 6 പേരുണ്ടാവും. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുകയാണ്. അപ്പം ഒരാൾക്ക് 60 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ അകത്ത് കയറി. പോകുന്ന വഴിക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല, ഒരു റൗണ്ട് കറങ്ങി അതുപോലെ തന്നെ തിരിച്ചു വരും. പോകുന്ന വഴിക്ക് നമ്മുടെ ബോട്ട് ഹൗസും ലേക്കൊക്കെ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ പോകുന്ന വഴിക്കത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി. അപ്പം നമ്മളത് നല്ലോണം എൻജോയ് ചെയ്തു. ഞങ്ങൾ 6 പേരാണ് ഒരു ബോഗിക്കകത്തുണ്ടായിരുന്നത്, നമ്മൾ ഫ്രണ്ട്സും എല്ലാവരും. പിന്നെ കുതിര സവാരി ഉണ്ടായിരുന്നു. നമ്മൾ കുതിരേൻ്റെ പുറത്തൊന്നും കയറിയൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് കുതിരേൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല രസമാണ് കേട്ടോ ഇതുങ്ങളെ കാണാനൊക്കെ. നല്ല വെളുത്ത കളറിലും പിന്നെ പല പല കളറുള്ള കുതിരകളുണ്ടായിരുന്നു. പിന്നെ ഓരോ റൈഡിനും ഓരോ കിലോമീറ്റർ അനുസരിച്ച് ഇത്ര ചാർജാണ്. അത് എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. പിന്നെ ഒരു ഉച്ചയ്ക്ക് നല്ല ലഞ്ച് കഴിച്ചു കേട്ടോ. നല്ല മലയാളി മീൽസാണ്, ലഞ്ചാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ കുറേ തപ്പി നടന്നു കേട്ടോ. ഒരു പപ്പടത്തിൻ്റെയൊക്കെ സൈസ് ഉണ്ട് ഗൈസ്, നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ അവിടെ അടുത്തൊരു മുരുകൻ ടെമ്പിൾ ഉണ്ടായിരുന്നു, ആ ടെമ്പിളൊന്ന് വിസിറ്റ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ താഴെ ഊട്ടി മൊത്തം വ്യൂവും കാണാം കേട്ടോ. ഇതാണ് ടെമ്പിൾ. നമ്മൾ അതിൻ്റെ മേലെയൊക്കെ പോയി അതൊക്കെ കണ്ട് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളി സീനറിയാണ്. നമുക്ക് ഊട്ടി ടൗൺ മുഴുവനായിട്ട് ഈ കുന്നിൻ്റെ മേലെ നിന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ നല്ല ക്ലൈമറ്റായിരുന്നു, മഴയൊന്നും ഇല്ലായിരുന്നു. ഒരു നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ നല്ല രസമാണ് ഫോട്ടോയൊക്കെ അവിടെ തന്നെ നിന്നിങ്ങനെ കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമുള്ള സ്ഥലമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. കുറേ നേരം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അതുകൊണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഊട്ടി ഫുള്ളായിട്ട് കാണാം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ച് വൈകുന്നേരം രാത്രിയായപ്പോൾ റൂമിലെത്തി. പിന്നെ നമ്മൾ ചെറുതായിട്ടൊരു പാർട്ടിയൊക്കെ നടത്തി, രാത്രി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു, ബൈ.